السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടവും പൊരുത്തവുമുള്ള ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 72-ാമത്തെ അധ്യായം സൂറത്ത് ജിന്നിലെ 20 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. 21 മുതലുള്ള ആയത്താണ് നമുക്കിന്ന് എടുക്കേണ്ടത്. ഞാനൊന്ന് ഓതി തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل إني لا أملك لكم ضرا ولا رشدا. قل إني لن يجيرني من الله أحد ولن أجد من دونه ملتحدا إلا بلاغا من الله ورسالاته ومن يعص الله ورسوله فإن له نار جهنم خالدين فيها أبدا. ഒന്നുകൂടി ഓതാം. قل إني لا أملك لكم ضرا ولا رشدا. قل إني لن يجيرني من الله أحد ولن أجد من دونه ملتحدا إلا بلاغا من الله ورسالاته ومن يعص الله ورسوله فإن له نار جهنم خالدين فيها أبدا. قل إني لا أملك لكم. لا ചെറിയൊരു മദ്ദുണ്ട്. അംലിക്കു ലക്കും ضاد ആണ് പറയാ. ചേർത്തും മണിച്ചോദ വല റഷദ. കുൽ ഇന്നി ഷദ്ദല നൂന് എവിടെ കണ്ടാലും മണിച്ചോദനല്ലോ. കുൽ ഇന്നി ലൻ യുജീറനെ നൂനിനെ യായിലേക്ക് ലയിപ്പിച്ച് ലൻ യുജീറനി അങ്ങനെ ഓതാ. മിനല്ലാഹി അഹദും ചേർത്തും മണിച്ചോദ അഹദും വലൻ അജിദ. വലൻ ആ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കുക. വലൻ അജിദ മിയദൂനിഹി എന്നുള്ളത് ഇഖ്ഫാണ്, വ്യക്തമാക്കി മണിക്കണം. മിയദൂനിഹി മുൽതഹദ ഇല്ലാ ബലാഗൻ അവിടെ ചേർത്തി മണിച്ചോദന തൻവീനെ മീമിലേക്ക് ലയിപ്പിച്ച് ബലാഗൻ മിനല്ലാഹി വറിസാലാതിഹി. അവിടെ നമുക്ക് വഖഫ് ചെയ്യാം. ജീമുണ്ട്, ചെറിയ ജീമ് കാണാം നിങ്ങൾക്ക്. ജായിസാണ് അവിടെ നിർത്തല്. വമൻ യഅസ്വി എന്നുള്ളത് വമൻ യഅസ്വി ചേർത്തി മണിച്ചോദ യഅസ്വില്ലാഹ. അള്ളാഹ് എന്നുള്ള പദത്തിന് മുമ്പിൽ കസ്റ വരുമ്പോൾ നമ്മൾ ലാ ആണ് ഉച്ചരിക്കുക. യഅസില്ലാന്ന് യഅസില്ലാ. ചില ആൾക്കാർ അങ്ങനെ ഓതാറുണ്ട്. അങ്ങനെ ഓതാൻ പാടില്ല. യഅസ്വില്ലാഹ വറസൂല. ബിസ്മില്ലാഹി എന്നല്ലേ നമ്മൾ പറയാം. അഊദു ബില്ലാഹി ബി ഉള്ളത് കൊണ്ട് അല്ല പറയുന്നത്. ബിസ്മി മീമിന് കസ്റ എന്നുകൊണ്ട് ബില്ലാഹി എന്നുണ്ട്.
അപ്പോൾ വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നം. ഫഇന്ന ഷദ്ദുൽ നൂനെ മണിച്ചോദ, ലഹു നാറ ജഹന്നം ആ നൂനിനെ മണിച്ചോദ, ഖാലിദീന ഫീഹാ അബദ. ഫീഹാ എന്നുള്ളത് കുഞ്ഞു മദ്ദുണ്ട്, ഫീഹാ അബദ എന്നത്. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒന്ന് ഓതി നോക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നി ലാ അംലികു ലക്കും ضرًا വലാ റശദാ. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദാ ഇല്ലാ ബലാഗൻ മിനല്ലാഹി വറിസാലാതിഹി ومن يعص الله ورسوله فإن له نار جهنم خالدين فيها أبدا. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, തീർച്ചയായും പള്ളികളൊക്കെ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിനോടൊപ്പം ഒരാളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന്. വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഉഹു കാദു യകൂനൂന അലൈഹി ലിബദ. അള്ളാഹുവിൻ്റെ ഒരു അടിമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ അദ്ദേഹത്തിന് ചുറ്റും, അദ്ദേഹത്തിൻ്റെ മേൽ തിങ്ങി നിറഞ്ഞ അവസരം, ആ തിങ്ങി നിറഞ്ഞ രൂപത്തിൽ ആയിത്തീർന്നു എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുൽ നബിയെ അങ്ങ് പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. വലാ ഉശ്രികു ബിഹി അഹദ, ഉശ്രികു ബിഹി അഹദ, ഞാൻ അവനോടൊപ്പം ഒരാളെയും പങ്കു ചേർക്കുകയില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുന്നു, കുൽ നബി അങ്ങ് പറയണം, ഇന്നി തീർച്ചയായും ഞാൻ, ലാ അംലിക്കു, ലാ അംലിക്കു ഞാൻ ഉടമപ്പെടുത്തുകയില്ല. മലക്ക യംലിക്കു എന്ന് വെച്ചാൽ ഉടമപ്പെടുത്തി, മലക്ക യംലിക്കു ഉടമപ്പെടുത്തി. അതിനാണ് മാലിക്കും അതേപോലെ തന്നെ മുൽക്കും അങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മലക്ക അംലിക്കു, അംലിക്കു എന്ന് വെച്ചാൽ ഞാൻ ഉടമപ്പെടുത്തിയെന്നാണ്. ലാ അംലിക്കു ഞാൻ ഉടമപ്പെടുത്തുകയില്ല, ലാ അംലിക്കു ഞാൻ ഉടമപ്പെടുത്തുകയില്ല. ലക്കും നിങ്ങൾക്ക്, നിങ്ങൾക്ക് ഞാൻ ഉടമപ്പെടുത്തുകയില്ല. ദൊറൻ, ദൊറ് എന്ന്, ദുറ് എന്നൊക്കെ വെച്ചാൽ ഉപദ്രവമാണ്. ദൊറ്, ദുറ് എന്നൊക്കെ വെച്ചാൽ ഉപദ്രവം, ഉപദ്രവം, ദൊറ്, ദുറ്. അതോടൊപ്പം തന്നെ ലാ റഷദൻ, റഷദ് എന്ന് വെച്ചാൽ ഗുണം എന്നുള്ളതാണ്. റഷദ് ഗുണം, നേർമാർഗം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗുണം എന്നുള്ള അർത്ഥവും ഉണ്ട്. അപ്പൊ ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റഷദ, നബി അങ്ങ് പറയണം, ഇന്നി ലാ അംലികു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവമാവട്ടെ അല്ലെങ്കിൽ ഒരു ഗുണമാവട്ടെ ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ഉടമപ്പെടുത്തുകയില്ല. എനിക്ക് നിങ്ങൾക്ക് ഒരു ഉപദ്രവവും അല്ലെങ്കിൽ ഒരു ഉപകാരവും ഒക്കെ ചെയ്യാൻ അതൊന്നും എൻ്റെ കഴിവിൽപ്പെട്ടതല്ല. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റഷദ. ഖുൽ നബിയെ പറയണം, ഇന്നി നിശ്ചയമായി ഞാൻ, ലൻ യുജീറനി, അജാറ യുജീറു എന്ന് വെച്ചാൽ രക്ഷ നൽകിയെന്നാണ്. അജാറ യുജീറു രക്ഷ നൽകുക, അജാറ യുജീറു. ലൻ യുജീറനി എന്ന് പറയുമ്പോൾ എനിക്ക് രക്ഷ നൽകുകയില്ല അല്ലെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തുകയില്ല. ലൻ യുജീറനി എന്നെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ എനിക്ക് രക്ഷ നൽകുകയില്ല. മിനല്ലാഹി അല്ലാഹുവിൽ നിന്നും, അഹദൻ ഒരാളും.
അള്ളാഹുവിൽ നിന്നൊരാളും എനിക്ക് രക്ഷ നൽകുകയില്ല. അതോടൊപ്പം തന്നെ ലൻ അജിദ, ലൻ അജിദ ഞാൻ കണ്ടെത്തുകയുമില്ല. വജദ യജിദു എന്ന് വെച്ചാൽ കണ്ടെത്തി എന്നാണ്. വജദ യജിദു. വജദക ضالًا فهدى എന്നൊക്കെ നമ്മൾ സൂറത്തുൽ ദുഹയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ലൻ അജിദ ഞാൻ കണ്ടെത്തുകയുമില്ല, മിൻ ദൂനിഹി അവനെ കൂടാതെ, മിൻ ദൂനിഹി അവനെ കൂടാതെ, മുൽതഹദ, മുൽതഹദ എന്ന് വെച്ചാൽ അഭയസ്ഥാനം എന്നാണ്. മുൽതഹദ്, മുൽതഹദ് അഭയസ്ഥാനം. അപ്പൊ ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ. നബിയെ പറയണം, നിശ്ചയമായി അള്ളാഹുവിൽ നിന്ന് എനിക്ക് ഒരാളും രക്ഷ നൽകുന്നതല്ല, അതേപോലെ തന്നെ അവന് പുറമെ യാതൊരു അഭയസ്ഥാനവും ഞാൻ കണ്ടെത്തുന്നതുമല്ല. ഇല്ല എന്നാൽ, അവിടെ ഇല്ല എന്ന് വെച്ചാൽ, ഇല്ല എന്ന് വെച്ചാൽ കൂടാതെ ഒഴികെ എന്നുള്ളതിനൊക്കെ നമ്മൾ സാധാരണ പറയാം. ഇല്ല അങ്ങനെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാ അള്ളാഹുവിനെ കൂടാതെ. ഇവിടെ ഇല്ല എന്ന് വെച്ചാൽ എന്നാൽ എന്നുള്ള അർത്ഥമാണ്. ഇല്ല എന്നാൽ. ബലാഗൻ എന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ബലാഗാണ്, എത്തിക്കലാണ്. ബലാഗ്, ബലഗ യബ്ലുഗു എത്തിക്കൽ. ബല്ലഗ യുബല്ലിഗു തബ്ലീഗ് കേട്ടില്ലേ? തബ്ലീഗ് എത്തിക്കലാണ്. അപ്പൊ ഇല്ല ബലാഗൻ എന്നാൽ ബലാഗൽ എത്തിക്കലാണ്, മിനല്ലാഹ് അള്ളാഹുവിൽ നിന്ന്, മിനല്ലാഹ് അള്ളാഹുവിൽ നിന്ന്, വരിസാലാത്തി അവന്റെ റിസാലത്തിൽ നിന്ന്, അഥവാ ദൗത്യത്തിൽ നിന്ന്. റിസാലത്ത് ദൗത്യം. അള്ളാഹുവിൽ നിന്നുള്ള എത്തിക്കലും അതേപോലെ തന്നെ അവന്റെ അവനിൽ നിന്നുള്ള ദൗത്യവും അതാണ് എന്നതാണ്. എന്നാൽ എന്ന് വെച്ചാൽ ധിക്കരിച്ചു എന്നാണ്. ധിക്കരിച്ചു. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ, റസൂലുഹു അവന്റെ റസൂലിനെയും, തീർച്ചയായും എന്നാൽ നിശ്ചയം ലഹു അവനുണ്ട്, നാറ ജഹന്നം, നാറ ജഹന്നം, നാറ് തീ, ജഹന്നം നരകം, നരകത്തിന് തീ അവനുണ്ട്. ഖാലിദീന നിത്യവാസികളാണ്, ഫീഹ അതിൽ, ഫീഹ അതിൽ, അബദൻ, അബദൻ എന്നെന്നും. അബദൻ ഒരിക്കലും എന്നുള്ള അർത്ഥം, അതേപോലെ തന്നെ എന്നെന്നും, എപ്പോഴും, എല്ലായ്പ്പോഴും, ഓൾവേസ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും അബദൻ. ഇപ്പൊ എന്താ പറഞ്ഞതിനർത്ഥം? ഇല്ല ബലാഗം മിൻ അല്ലാഹി വരിസാലാത്തി, പിന്നെ എനിക്ക് ഉള്ളത് എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള ദൗത്യം എത്തിക്കുക എന്നുള്ളതാണ്. അള്ളാഹു എന്നെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യമുണ്ട്, അത് എത്തിക്കലാണ് എൻ്റെ മേലുള്ള ഡ്യൂട്ടി. അള്ളാഹുവിനെ അള്ളാഹിന്റെ റസൂലിനെയും ധിക്കരിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് കത്തി ജ്വലിക്കുന്ന നരകമാണ് അവർക്ക് ഉള്ളത്, അവർ അതിൽ നിത്യവാസികളായിരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്ന്, ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റഷദ എന്നുള്ളതാണ്. അള്ളാഹു റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കും ഒരു ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാൻ അള്ളാഹുന്റെ റസൂലിന് കൊണ്ട് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല. റസൂലിനെ പോലും കഴിയില്ല എന്നതാണ് നമ്മൾ അവിടെ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ചില ആളുകളൊക്കെ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോവാൻ കാരണമായി തീരുന്ന വിഷയത്തിൽ ഒന്നാണ് അള്ളാഹിന്റെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും ഒക്കെ സ്വന്തമായിട്ട് പലതും ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം. മുഅ്ജിസത്ത് കറാമത്തൊക്കെ സത്യത്തിൽ എന്താണ്? ഓരോരുത്തർക്കും മുഅ്ജിസത്ത് എന്ന് പറയുന്നത് പ്രവാചകന്മാർക്ക് അവർക്ക് ഇഷ്ടമുള്ള സമയങ്ങളിലൊക്കെ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുന്ന സമയത്ത് മാത്രമേ അവർക്കത് ചെയ്യാൻ, മുഅ്ജിസത്തിന്റെ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ കഴിയൂ. അല്ലാതെ ഓരോരുത്തർക്കും തോന്നുന്നതിനനുസരിച്ച് അത് പ്രകടിപ്പിക്കാൻ ഒരിക്കലും കഴിയുകയില്ല എന്നത് വളരെ കൃത്യമായി നമുക്ക് ഹദീസ് കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്.
അപ്പൊ എനിക്ക് ലാ അംലിക്കു ലക്കും ദർറൻ വലാ റഷദ, ഒരു ഗുണമോ ദോഷമോ ഒന്നും എൻ്റെ മേൽ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിക്കുന്നത്. കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ സൂറത്തു യൂനിസിൽ ഒരു വചനമുണ്ട്. അതിൽ അള്ളാഹു പറയുന്നുണ്ട്, അതിലെ 49-ാമത്തെ വചനത്തിൽ, ഖുൽ ലാ അംലികു നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ ഉടമപ്പെടുത്തുക, ദർറൻ വലാ നഫ്അ, നഫ്അ എന്നുള്ളത് നഫ്അ എന്താണ്? ഉപകാരം എന്നുള്ളത്. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ എന്നൊക്കെ കേട്ടില്ലേ? ഉപകാരമുള്ള അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. നഫ്അ ഇതാണ്. അപ്പൊ അള്ളാഹു പ്രഖ്യാപിക്കാൻ പറയും, ലാ അംലികു ലിനഫ്സി ദർറൻ വലാ നഫ്അ ഇല്ലാ മാ ഷാ അല്ലാഹ്, ഇല്ലാ മാ ഷാ, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. അള്ളാഹു ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ടെങ്കിൽ അത് ചെയ്യാന്നല്ലാതെ എന്നെ കൊണ്ട് ഒരിക്കലും ഒരു നന്മയോ അല്ലെങ്കിൽ ഒരു ഉപദ്രവമോ ഒന്നും ഞാൻ ഉടമപ്പെടുത്തുന്നതല്ല എന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയില്ല, ലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാ ഉമ്മത്തിനും ഒരു അവധിയുണ്ട്. ഇദാ ജാ അജ്ലുഹും ഫലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഓരോ ഉമ്മത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സെക്കൻഡ് പോലും അത് മുന്നോട്ടോ പിന്നോട്ടോ ആയിത്തീരുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും സ്വന്തമായി ഏതെങ്കിലും ഒരു ഉപദ്രവമോ അല്ലെങ്കിൽ ഒരു ഉപകാരമോ കാര്യങ്ങളോ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയം അള്ളാഹു അത് നടപ്പിൽ വരുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്നിട്ടാണ് ആളുകളൊക്കെ പലപ്പോഴും പല ഔലിയാക്കന്മാരുടെയും പല മൺമറഞ്ഞു പോയ ആളുകളുടെയൊക്കെ ഖബറിന്റെ അടുക്കലേക്ക് പോയിട്ട് പല ആവശ്യങ്ങളും നേടുന്നത്. അള്ളാഹിന്റെ റസൂൽ പോലും ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അത് എത്രത്തോളം നമുക്ക് ചിന്തയ്ക്ക് വക നൽകുന്നു എന്നുള്ളത് ആലോചിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഗൈബിയായ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സൂറയുടെ തന്നെ അവസാനത്തിൽ കുറച്ചുകൂടി പറയുന്നുണ്ട്. അന്നേരം വിശദീകരണം നമുക്ക് കുറച്ചുകൂടി പറയാം. പിന്നെ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ, ഖുൽ നബിയെ പറയും, ഇന്നി തീർച്ചയായും ഞാൻ, ലൻ യുജീറനി മിനല്ലാഹി, ലൻ യുജീറനി ഞാൻ കണ്ടെത്തുകയില്ല, മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന് ഒരാളെയും, അല്ലാഹുവിൽ നിന്നുള്ള ഒരാളെയും ഞാൻ എന്താക്കൂല, അഭയം നൽകില്ല. ശരിക്കും ഒരാളും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റൊരാളും ഒരിക്കലും ഒരു രക്ഷയും നൽകാൻ ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളതാണ്. ലൻ യുജീറനി മിനല്ലാഹി അഹദൻ, അല്ലാഹുവിൽ നിന്ന് ഞാൻ ലൻ യുജീറനി എനിക്ക് രക്ഷ നൽകുകയില്ല, അള്ളാഹുവിൽ നിന്ന് ഒരാളും എനിക്ക് രക്ഷ നൽകുകയില്ല. വലൻ അടിച്ചില്ല മിൻദൂനിഹി, അതേപോലെ തന്നെ ഞാൻ കണ്ടെത്തുകയുമില്ല മിൻദൂനിഹി, അവനെ കൂടാതെ മുൽത്തഖദൻ, ഒരു അഭയസ്ഥാനവും. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് അള്ളാഹുവാണ്. എനിക്ക് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലം അത് അള്ളാഹുവിലേക്കാണ്. എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ എനിക്ക് സമർപ്പിക്കേണ്ടത് റബ്ബിലേക്കാണ്. അതാണ് എൻ്റെ മുൽത്തഹദ്, അതാണ് എൻ്റെ അഭയസ്ഥാനം. ഇത് നമ്മളെ ശരിക്കും നമ്മുടെ വിശ്വാസ അഖീദയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയൊരു വിഷയമാണ്. നമ്മളത് നാവ് കൊണ്ട് പറയുന്ന അല്പം മനസ്സുകൊണ്ട് ഉറപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹുവിലല്ലാത്ത ഒരു ശക്തിയിലേക്കും ഒരു വ്യക്തിയിലേക്കും നമ്മുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ല. അപ്പൊ അത് വേറെ ഏതെങ്കിലും തരത്തിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിയും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതാക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വലിയ ശിർക്ക്പരമായ വിശ്വാസത്തിലേക്കാണ് എത്തിച്ചേരുക. അള്ളാഹുവിൽ മാത്രമാണ്. ചില ആളുകളൊക്കെ ഇപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ഡോക്ടറെ അടുത്തൊക്കെ പോയി അസുഖങ്ങളൊന്നും മാറാത്ത അവസ്ഥ വന്നു, പ്രയാസങ്ങൾ ഉണ്ടായി. ആ സമയത്ത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഈമാനിന്റെ ദുർബലത മനസ്സിലാക്കുന്ന വിഷയമാണ് രോഗങ്ങളൊക്കെ. പടിക്കടി വീട്ടിലെ കുടുംബനാഥന് രോഗം വന്നു, പിന്നെ അവിടുത്തെ ഉമ്മക്കൊന്ന് വന്നു, മക്കൾക്ക് വന്നു, പിന്നെ അടിക്കടി 4-5 ആൾക്കാർ പരീക്ഷണവും കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പലതും പറയും. അങ്ങനെ പല കേന്ദ്രങ്ങളിലും ഈ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകൾ എത്തിച്ചേരാറുണ്ട്. ഒരു വിശ്വാസത്തിൽ പുഴുക്കുത്ത് വന്നു, ശിർക്ക് വന്നു. ചില ആളുകൾ അമ്പലങ്ങളിലേക്ക് പോകുന്നു, ചില ആളുകൾ തുലാഭാരം നടത്തുന്നു, ചില ആളുകൾ പല അമ്പലങ്ങളിലേക്ക് നേർച്ച നേരുന്നു, ചില ആളുകൾ മക്ബറുകളിലേക്ക് എത്തുന്നു, ചില ആളുകൾ പല ആളുകളുടെയും ആൾദൈവങ്ങളുടെ സന്നിധിയിലെത്തുന്നു. അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി അഭയസ്ഥാനമായി അവർ കണ്ടെത്തുന്ന ഇത്തരം കേന്ദ്രങ്ങളിലേക്കാണ്. അവിടെയൊക്കെ നമ്മൾ ഈ ആയത്തിനപ്പം നമുക്ക് ഓർമ്മ വരണം, അള്ളാഹുവിന്റെ റസൂൽ പോലും പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് അല്ലാതെ ഒരാളും ഇല്ല എന്നുള്ളതാണ്. അള്ളാഹുവിൽ മാത്രമാണ്
ഞാൻ അഭയസ്ഥാനം കാണുന്നത്. എനിക്ക് ഒരിക്കലും ലൈ യുജീറനി മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് എനിക്ക് രക്ഷ നൽകുകയില്ല, എന്നെ രക്ഷപ്പെടുത്തുകയില്ല അഹദുൻ, ഒരാളും എന്നത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അതും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂലിനോട് പറയണം. അപ്പൊ അത് അള്ളാന്റെ റസൂൽ തന്നെ അങ്ങനെ പറയുമ്പോൾ റസൂലിലേക്ക് ലേക്ക് എത്തുന്ന പാട്ടുകളിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അല്ലേ? റസൂലെ, നിങ്ങളാണ് ഞങ്ങളുടെ സ്ഥാനം, നിങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ നിങ്ങളിലേക്ക് ഇതാ എത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പാട്ടിന്റെ വരികൾ പോലും കാണാൻ സാധിക്കും. ഒരിക്കലും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വിശ്വാസി പാടുള്ളതല്ല. പിന്നെ അള്ളാഹു റസൂൽ പറയും, എന്റെ തന്നെ ഡ്യൂട്ടി എന്താ? ഇല്ല ബലാഹം മിൻ അല്ലാഹ്, എന്നാൽ എനിക്കുള്ളത് ബലാഹം മിൻ അല്ലാഹു എന്നുള്ള എത്തിക്കലാണ് ഒരു റിസാലത്തിന്റെ ദൗത്യത്തിന്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അത് എത്തിക്കുക എന്നത് മാത്രമാണ് എൻ്റെ മേലുള്ള ഡ്യൂട്ടി. ഇപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്തു യാസീൻ, നമ്മൾ സാധാരണ ഓതുന്ന സൂറയിൽ കാണാൻ, ഖാലു റബ്ബുന യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ എന്ന് പറയുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, എൻ്റെ മേലുള്ളത് എന്താണ്? വ്യക്തമായ രൂപത്തിലുള്ള ബലാഗാണ്. മുബീൻ എന്ന് വെച്ചാൽ സ്പഷ്ടമായ വ്യക്തമായിട്ടുള്ള ബലാഗ്, എത്തിക്കൽ മാത്രമാണ് എൻ്റെ മേലുള്ള ഡ്യൂട്ടി എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്തു മറ്റ് തവാബിൽ കാണാൻ സാധിക്കും, റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. ഫഇൻ തവല്ലൈതും ഫഇന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ. ഇനി ഫഇൻ തവല്ലൈതും, നിങ്ങൾ ആരെങ്കിലും പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഇന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ, എന്റേത് വ്യക്തമായും എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിക്കപ്പെട്ട ഒരു ബലാഗ് എത്തിക്കുക എന്നാണ്, റിസാലത്താണുള്ളത്. അത് മാത്രമാണ് എൻ്റെ മേലുള്ള ഡ്യൂട്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ വേണ്ടി അറിയിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ബലാഗുൽ മുബീനാണ്, വ്യക്തമായ രൂപത്തിൽ മേലുള്ള ഡ്യൂട്ടി. ഇനി അങ്ങനെ അള്ളാഹുന്റെ റസൂൽ പറയുന്നത് അനുസരിക്കാതെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വമൻ യഅസുല്ലാഹ വറസൂല, ആരെങ്കിലും അള്ളാഹുവിനെ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുകയാണെങ്കിൽ, അത് വലിയൊരു പ്രയോഗമാണ്. അള്ളാഹുവിനെ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുക എന്ന് പറയുന്നത് നാവ് കൊണ്ട് ഞാൻ അള്ളാഹുവിനെ റസൂൽ ധിക്കരിക്കൽ മാത്രമല്ല, കർമ്മങ്ങൾ കൊണ്ട് ധിക്കരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു അള്ളാഹുന്റെ റസൂൽ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളതല്ല. അതാണ് ഒരു മുഅ്മിനിന്റെ യഥാർത്ഥമായ ലക്ഷണം എന്ന് പറയുന്നതാണ്. അങ്ങനെ തന്നെ അള്ളാഹ് പറയുന്നുണ്ട്. സൂറത്തു അഹ്സാബിൽ നിങ്ങൾ കാണാൻ സാധിക്കും, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ ബഈദ എന്ന് പറയുന്നുണ്ട്. ഒരു സത്യവിശ്വാസിയാവട്ടെ, ഒരു സത്യവിശ്വാസിനിക്കാവട്ടെ, അള്ളാഹും അള്ളാഹുന്റെ റസൂൽ ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ, ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ, അള്ളാഹും അള്ളാഹുന്റെ റസൂൽ ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ, അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ അവർക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സെലക്ഷൻ അവിടെ പാടുള്ളതല്ല എന്നല്ല. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമാണ്. അള്ളാഹും അള്ളാഹുന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞത് പിന്നെ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ഒരു സെലക്ഷൻ ഉള്ള ഒരു വകുപ്പില്ല. അങ്ങനെ ആരെങ്കിലും, എന്നിട്ട് അള്ളാഹ് പറയുന്നത്, അങ്ങനെ ആരെങ്കിലും സെലക്ഷൻ എടുത്താലോ അത് അള്ളാഹു അള്ളാഹുന്റെ റസൂലിനെ ധിക്കരിക്കലോ, അള്ളാഹുവിന്റെ റസൂൽ ആരെങ്കിലും ധിക്കരിച്ചു കഴിഞ്ഞാൽ ഫഖദ് ളല്ല ളലാലൻ ബഈദ, തീർച്ചയായിട്ടും അവർ അങ്ങേയറ്റത്തെ വഴികേടിലാണ് അവർ എത്തിച്ചേരുന്നത്, മോശപ്പെട്ട അവസ്ഥയിലേക്കാണ്, അതാണ് നരകത്തിലേക്കാണ് അവർ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുന്റെ റസൂൽ പറയുന്ന കാര്യം ചില ആളുകളൊക്കെ ഖുർആനിലല്ലേ ഉള്ളൂ റസൂൽ, അതിപ്പോ ഹദീസിലല്ലേ, ഖുർആനിലല്ലേ ഉള്ളൂ, പല രൂപത്തിൽ അങ്ങനെ പറയും ആൾക്കാർ. ചിലപ്പോൾ ഖുർആനിലുള്ള കാര്യത്തെ കുറിച്ച് ഗൗരവത്തിൽ കാണുക, ഹദീസിനെ ഗൗരവത്തിൽ കാണാത്ത ആൾക്കാരുണ്ട്. ഖുർആൻ എന്ന് പറയുന്ന റസൂൽ ഖുർആനും ഹദീസും ഒരേപോലെ തന്നെ സ്വീകരിക്കേണ്ടവരല്ലേ. ചില ആളുകൾ ഖുർആൻ മാത്രം സ്വീകരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിനൊന്നും ഒരു അർത്ഥത്തിൽ അതിപ്പോ റസൂൽ പറഞ്ഞല്ലേ, ഹദീസല്ലേ, സുന്നത്തല്ലേ എന്ന രൂപത്തിൽ അതിനെ നിസ്സാരമായി കാണാം. ഒരു മുഅ്മിൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല.
അള്ളാഹു സുബ്ഹാനഹു സൂറത്ത് നൂറിൽ പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും അള്ളാഹിന്റെ റസൂലിനെ ധിക്കരിക്കുകയാണെങ്കിൽ ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞ കാര്യങ്ങളെ ആരെങ്കിലും അതിനെ എതിര് ചെയ്യുകയാണെങ്കിൽ അവർ കരുതിക്കൊള്ളട്ടെ എന്നാണ്. അൻ തുസീബഹും ഫിത്നത്തും ഔ യുസീബഹും അദാബുൻ അലീം. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഫിത്ന, അവർക്ക് പരീക്ഷണം അവരുടെ മേൽ അള്ളാഹു നടപ്പിലാക്കും എന്നുള്ളതും വേദനാജനക ശിക്ഷ അവർക്ക് ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് അവർ പേടിച്ചു കൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷ വരെ കിട്ടുന്ന കാരണമായി തീരുന്ന വിഷയമാണ് അള്ളാഹു റസൂലിന്റെ വാക്കുകൾ ലംഘിക്കുക എന്നുള്ളത്. അതാണ് ഇവിടെ ഒമൻ യഅസില്ലാഹ വറസൂല, ആരെങ്കിലും അള്ളാഹിനെ അള്ളാഹു റസൂലിനെയും ധിക്കരിച്ചു കഴിഞ്ഞാൽ ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ അബദൻ, അവരൊരിക്കലും രക്ഷപ്പെടാത്ത രൂപത്തിൽ നിത്യവാസികളായിക്കൊണ്ട് നരകത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ വളരെ നമ്മുടെ ജീവിതത്തിലെ ഏതേത് വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ഭൗതികമായ പല താല്പര്യങ്ങളും പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും നൈമിഷികമായ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടിയൊക്കെ അള്ളാഹുവിൻ്റെയും അള്ളാഹു റസൂലിൻ്റെയും വിധിവിലക്കുകളെ നമ്മൾ മാറ്റി നിർത്തുന്നത്. ഇപ്പോൾ പലിശയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില ആളുകളൊക്കെ പല രൂപത്തിലും പലിശ വളരെ ഗൗരവം നിറഞ്ഞ വിഷയമാണെന്ന് അറിയാമെങ്കിലും പല കാര്യങ്ങളിലേക്കും പലിശയിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥയുണ്ട്. നമ്മൾ മാറി നിൽക്കണം. നമ്മളൊന്നും മാറിയിട്ടില്ല, പിന്നെ ആര് മാറി നിൽക്കും? അങ്ങനെ ഓരോ കാര്യങ്ങളും ഡ്രസ്സിന്റെ വിഷയത്തിൽ ചിലപ്പോഴൊക്കെ ചില സഹോദരിമാരൊക്കെ ദീനീപരമായ സദസ്സുകളിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നല്ല ഇസ്ലാമിക വേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അല്ലാത്ത സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകും തീരെ ഇസ്ലാമികമായ വേഷങ്ങൾ ധരിക്കാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ഓരോ സ്ഥലങ്ങളെത്തുമ്പോൾ ഓന്തിനെ പോലെ നിറം മാറുന്ന ആളുകളെ ഒരു സത്യവിശ്വാസി ആവാൻ പാടില്ല. നമുക്ക് അള്ളാഹു റസൂൽ പറഞ്ഞ ഒരു ഡ്രസ് കോഡ് ഉണ്ട്, അത് തന്നെയാണ് നമുക്ക് ഏത് സ്ഥലത്തും ഉള്ളത്. നാട്ടിലൊക്കെ വലിയ ഹിജാബ് വിവാദങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അള്ളാഹു നിശ്ചയിച്ച അള്ളാഹിന്റെ റസൂൽ നിശ്ചയിച്ച ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, ഇപ്പോൾ ചിലപ്പോൾ ആണുങ്ങൾ തന്നെ ചില കാര്യങ്ങളും അത് ഭാര്യയ്ക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഉമ്മാക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഉപ്പാക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹും അള്ളാഹിന്റെ റസൂൽ പറഞ്ഞൊരു വിഷയത്തെ ഭൗതികമായ ആളുകളുടെ താല്പര്യ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടതിന്, ഇപ്പൊ ചില സ്ത്രീകളുണ്ട് അങ്ങനെ തന്നെ, ഭർത്താവിന് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഇപ്പൊ ഡ്രസ്സ് ധരിക്കുന്ന വിഷയത്തിലൊക്കെ പറയാം, എൻ്റെ ഭർത്താവിന് തീരെ ഇഷ്ടമാണ് അങ്ങനെ ധരിക്കാൻ, ഇങ്ങനെ ധരിക്കാൻ. വളരെ ഗൗരവം നിറഞ്ഞ വിഷയമാണ്. അങ്ങനെ അള്ളാഹു റസൂലിനെ ധിക്കരിക്കലാണത്. അവിടെയൊക്കെ ഈമാൻ കൊണ്ട് നമുക്ക് നേരിടാൻ കഴിയണം എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഖുർആനൊക്കെ പഠിക്കുകയും ഹദീസ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് പഠിക്കാൻ നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഈമാൻ ഇല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അള്ളാഹും അള്ളാഹു റസൂലും പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഞാൻ സൂറത്തുൽ അഹ്സാബിൽ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹു റസൂൽ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്രകാരം ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കാൻ പാടുള്ളതല്ല. അത് അള്ളാഹു റസൂൽ പറഞ്ഞത് തന്നെ സ്വീകരിക്കണം. അത് എല്ലാ കാര്യത്തിലും ആ നിലപാടുകൾ സ്വീകരിക്കണം. നമുക്ക് പറ്റുന്ന മാത്രം സ്വീകരിക്കുക, പറ്റാത്തതൊക്കെ ഉപേക്ഷിക്കുക എന്ന രൂപത്തിൽ നമ്മൾ കാണരുത്. എല്ലാം അള്ളാഹു റസൂൽ പറഞ്ഞത് ഏതർത്ഥത്തിലും എവിടെയും എപ്പോഴും അത് ഫിറ്റാണ്. ഒരിക്കലും അത് ഫിറ്റ് അല്ലാത്തൊരു കാര്യം അള്ളാഹു റസൂൽ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നെ ഈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഫസ്റ്റ് സഫ കുന്നിന്റെ താഴെ വിളിച്ച് പ്രഖ്യാപനം നടത്തിയ സമയത്ത് പോലും അള്ളാഹു റസൂൽ പറയുന്നതിലുണ്ട്, ഫസ്റ്റ് തന്നെ ഈ പറഞ്ഞ കാര്യം തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഉപകാരമൊന്നും എൻ്റെ അധീനതയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു റസൂലിന്റെ സംസാരം പോലും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഉണ്ട്, നിങ്ങൾ പിന്നെ ആ ജനങ്ങളൊക്കെ അമലുകളുമായി വരുന്ന സമയത്ത് നിങ്ങൾ നസബുകളായിട്ട് വരരുത് എന്ന് വെച്ചാൽ, ജനങ്ങളൊക്കെ പല അമലു സ്വാലിഹാത്തുകൾ സൽക്കർമ്മങ്ങളായിട്ട് വരുമ്പോൾ നിങ്ങളെ തറവാടുമായിട്ടല്ല വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു റസൂൽ അവരോട് പ്രഖ്യാപിക്കുന്നത് കാണാൻ സാധിക്കും. എന്തായാലും നമ്മൾ കൂടുതൽ ദീനിനെ അറിയുക, ഖുർആനെ പഠിക്കുക, മനസ്സിലാക്കുക, അള്ളാഹു റസൂലിന്റെ ചര്യയെ നമ്മൾ മാറോട് ചേർത്ത് പിടിക്കുക. നമ്മുടെ ജീവിതം തന്നെ ഒരു സന്ദേശമായി, ദീനിന്റെ സന്ദേശമായി നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. എല്ലാ അവസരത്തിലും അള്ളാഹു റസൂലിന്റെ വാക്കുകളെ നമ്മൾ ഒന്നാം സ്ഥാനം നൽകുക. സൃഷ്ടികളുടെ ഇഷ്ടം നേടാൻ വേണ്ടി സ്രഷ്ടാവിന്റെ അനിഷ്ടം വാങ്ങുന്ന ആളുകളുണ്ടെന്ന് അള്ളാഹു റസൂൽ പറഞ്ഞല്ല. ത്വാഅത്തലി മഖ്ലൂഖിൻ ഇല്ലാ മഅസിയത്തുൽ ഖാലിഖ് എന്ന് പറഞ്ഞു. നിങ്ങൾ മഖ്ലൂക്കുകളെ നിങ്ങൾ അനുസരിക്കരുത്. എങ്ങനെ? അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ട് എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നമുക്ക് വേണ്ടത്, മഖ്ലൂക്കുകളുടെ ഇഷ്ടമല്ല എന്നത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു
അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തട്ടെ. പറയുന്നത് എന്താ, എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, കേൾക്കുന്നത് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു ഈമാൻ നമുക്ക് നൽകുമാറാകട്ടെ. ഈമാനും ഇൽമും അള്ളാഹു വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സ്വർഗ്ഗലോകത്ത് എത്തിച്ചേരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഏർപ്പാടിലും ഇടപാടിലും എല്ലാറ്റിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ചൊരിയുമാറാകട്ടെ. ഇണയിലും മക്കളിലും അള്ളാഹു കൺകുളിർമ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് മഅഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളും ഗുരുവര്യന്മാർക്കും നമുക്ക് ശിഷ്ട ജീവിതം അള്ളാഹുവിന് പൊരുത്തവും പ്രീതിയുമുള്ളതാക്കി തീർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمة الله وعليكم السلام ورحمة الله وبركاته.